Okay, so today's video is on work-life balance. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരാൾ റിക്വസ്റ്റ് ചെയ്തതാണ് ഹൗ ഡു യു മാനേജ് വർക്ക് ആൻഡ് ഫാമിലി. ഈ മാനേജ് എന്ന് പറഞ്ഞൊരു പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല, ബിക്കോസ് ഇറ്റ്സ് ഡെയിലി ജഗ്ലിങ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ മാനേജ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലൈക്ക് മെൻ്റലി നമ്മൾ ഏത് വർക്കിംഗ് വുമൺ ആണെങ്കിലും നമ്മൾ മെൻ്റലി പ്രയോറിറ്റൈസ് ചെയ്യും. അതായത് ഈ സമയത്ത് നമുക്ക് ഏത് കാര്യത്തിനാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ കുട്ടികളുടെ പരീക്ഷയാണെങ്കിൽ ഞാൻ ഷൂട്ട്സ് കുറച്ച് ദിവസം ചെയ്യൂല. അപ്പോൾ എനിക്ക് ദാറ്റ് ഗീവ്സ് മീ മോർ ടൈം ടു സ്പെൻഡ് ടൈം വിത്ത് ദെം ആൻഡ് മേ ബി ഹെൽപ്പ് ദെം വിത്ത് ക്വസ്റ്റ്യൻസ് ഓർ സ്റ്റഡീസ് ഓർ വാട്ട് എവർ. താങ്ക്ഫുള്ളി ദേ ആർ ഗ്രോയിങ് അപ്പ്. അപ്പോൾ പഴയതുപോലെ ഞാൻ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ ഞാൻ വീട്ടിലുണ്ടായിരിക്കണമല്ലോ. സോ അങ്ങനെ ഐ പ്ലാൻ ദാറ്റ്. എൽസ് ഇപ്പം ഒരു പീരിയഡാണ് വെയർ ഐ ഡോണ്ട് ഹാവ് ടു റിയലി പേ മച്ച് അറ്റൻഷൻ ടു ദെം. അവധിയാണ്, there's no stress otherwise. Then I normally take work more seriously and take on more work. പിന്നെ ഞാനൊരു ഫ്രീലാൻസർ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി അങ്ങനത്തെ ബെനിഫിറ്റ്സ് ഉണ്ട്. എനിക്ക് ഫ്ലെക്സിബിലിറ്റിയാണ്. എനിക്ക് ഇഷ്ടമുള്ള വർക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം, വേണ്ടാന്ന് വെക്കാം. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ടും ഞാൻ പ്രൈമറി ബ്രെഡ് വിന്നർ അല്ല എന്നും ഞാൻ പറയണം. അതൊരു പ്രിവിലേജാണ്. ഞാൻ ജോലി ചെയ്തില്ലെങ്കിലും ഈ വീട് ഓടും. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടിയുണ്ട്. ദാറ്റ് ഐ ക്യാൻ ചൂസ് വെൻ ടു വർക്ക് ആൻഡ് വെൻ നോട്ട് ടു വർക്ക്. അതൊരു ഞാൻ നേരത്തെ എടുത്ത ഡെസിഷനാണ്. എൻ്റെ മൂത്ത മോളുണ്ടായി കഴിഞ്ഞപ്പോഴേ ഞാൻ എടുത്ത ഡെസിഷനാണ് ദാറ്റ് I'm going to take it easy as far as my career goes till the time the children grow up and leave home. അപ്പോൾ ഇനിയും ഒരു 5-6 വർഷം കൂടി I think I'll be working as a freelancer only, and then maybe pick up a full-time job once they leave home. അപ്പോൾ എനിക്ക് ആ സ്ട്രഗിളിൽ ഓഫ് ബീങ് ആൻസറബിൾ ടു എ ബോസ്, ഐ ആം മൈ ഓൺ ബോസ്. സോ അതുകൊണ്ട് ആ ടെൻഷനില്ല. Then I have adequate support from my family in the sense that എപ്പോഴെങ്കിലും ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ കൊണ്ടുവരും. അമ്മ ഇവിടെ അല്ല താമസിക്കുന്നത്, എന്നാലും അമ്മ വരും. ഷീ സൂപ്പർവൈസസ് തിങ്സ്. ഞാൻ ഔട്ട് ഓഫ് ടൗൺ ആണെങ്കിൽ അമ്മ സൂപ്പർവൈസ് ചെയ്യും. ബിക്കോസ് മൈ ഹസ്ബൻഡ് ഹാസ് എ ജോബ്. അത് അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ടൈമിങ്സ് ആയതുകൊണ്ട് ഐ ഹാവ് ടു ബാങ്ക് ഓൺ അതർ സപ്പോർട്ട് സിസ്റ്റം. സോ ഐ ഹാവ് ഹെൽപ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. ലൈക്ക് മോസ്റ്റ് ഓഫ് അസ് വിമൻ, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, ഇറ്റ് ഈസ് എ സ്ട്രഗിൾ അറ്റ് ടൈംസ്, ഇറ്റ് ടേക്സ് എ ടോൾ ഓൺ യുവർ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് അറ്റ് ടൈംസ്. ഐ ഹാവ് ടു സീ ഓൾ ഓഫ് ദാറ്റ്. പക്ഷേ ഡെയിലി ബേസിസിൽ ഞാനൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യും. ഇന്ന് ഈ കാര്യങ്ങൾ ഇന്ന സമയം കൊണ്ട് തീർക്കണം, ഇന്ന കാര്യങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം. സോ കോൺസ്റ്റൻറ്റ് മെൻ്റൽ നോട്ട്സ്, ടു ഡു ലിസ്റ്റ്, ഇതൊക്കെ എൻ്റെ പാർട്ട് ഓഫ് മൈ ഡെയിലി റൂട്ടീൻ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് നെവർ ഈസി. എവറി ഡേ ഈസ് സംതിങ് ന്യൂ. അപ്പോൾ ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫായിട്ട് എടുത്ത് തന്നെ മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. ദർ ആർ സർട്ടൻ ഡേയ്സ് യു ഫീൽ ലൈക്ക് കംപ്ലീറ്റ്ലി ഡൗൺ, but it's okay. Another 2 days of rest and I'm up and above again, and I prioritize rest. Most importantly, ഞാൻ പറയണത് ഒത്തിരി ഹെക്റ്റിക് ആയിട്ടുള്ള ദിവസങ്ങളുണ്ടെങ്കിൽ then for 2 days I take it easy. എൻ്റെ ഈ ഏജിൽ, which is very important at the age of I think 40 onwards, we have to be very very careful about our health, and we have to seriously look at our health and prioritize that over everything else. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ പെരിമെനോപോസ് ഒരു 43-44 ആയപ്പോൾ തൊട്ട്. there's been a shift in the way I look at myself, and my health takes the most important position above everything else. അത് എൻ്റെ ഹെൽത്ത് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഹെൽത്തിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ആൻഡ് ഐ believe in strength training, I believe in daily walks, I believe in eating right, cutting out calories and cutting out sugar. ഇതൊക്കെ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് from my mid-40s onwards. So yeah, that is something I take very seriously, and that is how I think it is possible to manage work and family, by keeping your health at priority number 1.